നമസ്കാരം. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു വാചകമുണ്ട്. വന്ദേ മാതരവുമായി ബന്ധപ്പെട്ട് ലീഗ് അണികളോട് പറഞ്ഞൊരു വാചകം. കാര്യം ലീഗ് നേതാക്കന്മാരെയും ഒപ്പം തന്നെ കോൺഗ്രസുകാരെയെല്ലാം ഓവർ ടൈം പണിയെടുത്ത് ലീഗ് സൈബർ അണികളാണല്ലോ ഇന്ന് കാണുന്ന ഈ അവസ്ഥയിലേക്ക് കൊണ്ടുചെന്ന് എത്തിച്ചത്. കഴിവില്ലാത്തവരെ വലിയ കഴിവിന്റെ അപ്പോസ്തലന്മാരായി അവതരിപ്പിച്ചവരുടെ മുന്നിലേക്ക് സംഘപരിവാറിന്റെ കേരളത്തിന്റെ നേതാവ് തിരിഞ്ഞു നിന്ന് പറഞ്ഞ വാചകം ഒന്ന് കേട്ടെ. ഇതിപ്പോ കോൺഗ്രസിന്റെ നെറേറ്റീവിനെ കുറിച്ച് എനിക്ക് ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കാൻ താല്പര്യം. ഇത് രാഹുൽ ഗാന്ധി അല്ലല്ലോ ഇവിടുത്തെ ഹിസ്റ്റോറിയൻ. അത് രാഹുൽ ഗാന്ധിന്റെ ഇന്റർപ്രിട്ടേഷൻ ആയിക്കോട്ടെ. ഞാനിപ്പോ ജവഹർലാൽ നെഹ്റു എന്ത് എഴുതി, എഡ്വിന മൗണ്ട് ബാറ്റന് എന്ത് കത്ത് എഴുതി, നിമ്പാണോ തുടങ്ങണോ? അതല്ല ഞാൻ പറഞ്ഞത്. ഈ നാടിന്റെ, ഈ ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം മാറ്റാൻ ഒരു 60 കൊല്ലമായി നടന്ന ഒരു ശ്രമം നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെങ്ങനെയാണ് ഈ സെക്യുലറിസമിന്റെ പേരിൽ ഒരു റീനറേറ്റീവ് ഹിസ്റ്ററി ഇവിടെ ഉണ്ടാക്കിയത് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. അത് ഇവിടെ തുടങ്ങുന്നത് മുസ്ലിം ലീഗ് വി.ഡി. സതീശനെ കൺട്രോൾ ചെയ്യുന്ന മുഖ്യമന്ത്രിയാണെന്ന് വിചാരിച്ചിട്ട് ഇവിടെ അത് നടപ്പിലാക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. യഥാർത്ഥത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ജനങ്ങൾക്കറിയാം. അത് മുസ്ലിം ലീഗ് ഞങ്ങളോട് പഠിപ്പിക്കണ്ട, വി.ഡി. സതീശൻ ഞങ്ങളെ പഠിപ്പിക്കണ്ട. അപ്പോ വീർ സവർക്കറാണോ ആരാണെങ്കിലും ഈ നാടിന്റെ, രാജ്യത്തിന്റെ ചരിത്രം മുസ്ലിം ലീഗ് അല്ല തീരുമാനിക്കേണ്ടത്, വി.ഡി. സതീശനല്ല തീരുമാനിക്കേണ്ടത്. അത് അവർക്ക് അതെ, വന്ദേ മാതരമായിട്ട് ഞങ്ങൾക്കൊന്നും ഇല്ല, പോയി ലീഗിന്റെ അടുത്ത് ചോദിക്കുന്നു. ലീഗിന്റെ അടുത്ത് ചോദിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് കൂടി ചോദിക്കുക. കാര്യം നിങ്ങളായിരുന്നല്ലോ അഭിപ്രായ സ്വരൂപണങ്ങൾ. ഇപ്പോൾ എന്താണ് ഇതിൽ പറയാനുള്ളത്? സംഘപരിവാറിന്റെ മുന്നിൽ മുട്ടുമടക്കി വാലും ചുരുട്ടി നിൽക്കുന്ന ലീഗ് മന്ത്രിമാർ എന്തൊരു അപമാനമാണ് കേരളത്തിന്റെ മുന്നിലേക്ക് നയിക്കുന്നത്. ഒരു ഗവർണർ ഒരു ഉത്തരവിട്ടാൽ അത് നടപ്പാക്കാൻ പറ്റില്ല എന്ന് തണ്ടലുറപ്പോടെ പറയാൻ ഒരൊറ്റ എണ്ണത്തിന് ആംബിയർ ഇല്ലാത്തൊരവസ്ഥ. ഇതൊക്കെയാണ് നിങ്ങൾ സൈബർ അണികളിലൂടെ ഈ സമൂഹത്തിന്റെ മുന്നിൽ, ഇതാ ഞങ്ങളുടെ കുഞ്ഞാപ്പ, ഇതാ ഞങ്ങളുടെ ഷംസുദ്ദീൻ, ഇതാ ഞങ്ങളുടെ മേനോൻ, ഇവരൊക്കെയാണ് നിലപാടിന്റെ രാജകുമാരന്മാരെന്നൊക്കെ പറയുമ്പോൾ എന്താണ് നിലപാടിന്റെ രാജകുമാരന്മാർ മുട്ടിലിടിച്ച് മുള്ളിക്കൊണ്ട് സംഘപരിവാറുകാർ പുറത്തിറക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ ശക്തമായിട്ടുള്ള പ്രതികരണം മാധ്യമങ്ങൾക്ക് മുന്നിൽ നടത്താൻ കഴിയുന്നുണ്ടോ? ഇതാണോ നിങ്ങളുടെ നിലപാടുകളുടെ രാജകുമാരൻ? ഒരു വിഷയത്തിലും അഭിപ്രായം പറയാതെ ഉരുണ്ട് കളിച്ചും മലക്കം മറിഞ്ഞും യു-ടേൺ അടിച്ച് മുന്നോട്ട് പോകുന്ന നേതാക്കന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് രാജീവ് ചന്ദ്രശേഖരൻ തന്നെ ആട്ടിയിട്ട് പറയാണ്, ആ ചോദ്യമൊക്കെ പോയി ലീഗന്മാരടുത്ത് ചോദിക്കൂ, അല്ലെങ്കിൽ ലീഗ് മന്ത്രിമാരടുത്ത് ചോദിക്കൂ, ഞങ്ങൾ നടപ്പാക്കേണ്ട കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നുണ്ട്, അതിൽ മറുപടി പറയേണ്ട കാര്യം പോലും ഇല്ല, ഞങ്ങൾ പ്രാവർത്തികമാക്കി കാണിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അത് പറയുമ്പോൾ ആരുടെ മുഖത്തേക്കാണ് സംഘപരിവാർ ഇറങ്ങി നിന്ന് ഒന്ന് ചാർത്തിയിട്ട് പോകുന്നത്? അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന്റെ ആ വാചകങ്ങൾ ചെന്ന് കൊള്ളുന്നത് ആരുടെ മുഖത്തേക്കാണ്? ഈ നാട്ടിലെ സൈബർ അണികൾ, ഏത് പച്ചപ്പടക്കെതിരെയും പഴുത്തപ്പടക്കെതിരെയും എല്ലാം വരുന്ന ആ ആരോപണങ്ങൾ, അതിനെതിരെ ഒരക്ഷരം ഉരിയാടാൻ പറ്റാതെ ചുവപ്പ് കണ്ട കാളയെ പോലെ ഇങ്ങനെ അമറി നിൽക്കുകയാണ്. ഇത്രയും കാലം ഇടതുപക്ഷത്തിനെതിരെ പ്രതികരിക്കാൻ വലിയ ആവേശം കാട്ടിയവർക്ക് സ്വന്തമായിട്ട് നിങ്ങൾ തന്നെ വലിയ ബിൽഡപ്പ് കൊടുത്ത് അവതരിപ്പിച്ച മന്ത്രിമാർ, വലിയ നേതാക്കന്മാരെല്ലാം സംഘപരിവാറിന്റെ മുന്നിൽ വിടുപണി ചെയ്യുമ്പോൾ അത് തെറ്റാണെന്ന് പറയാൻ നിലപാടുകളുടെ രാജകുമാരന്മാരാക്കിയവർക്ക് ഒരു പ്രാപ്തിയോ ഒരു കഴിവുമില്ലാതെ പോകുമ്പോൾ നിങ്ങളൊക്കെ ഈ നാട്ടിലെ പുതുതലമുറയെ സംബന്ധിക്കുന്നിടത്തോളം പഠിക്കേണ്ട ഒരു സബ്ജക്റ്റായി മാറുകയാണ്. എങ്ങനെയാണ് അഭിപ്രായമില്ലാത്തവർ, വാചക കസർത്ത് അടിച്ചവർ, അല്ലെങ്കിൽ ഞങ്ങളുടെ നേതാവെന്ന് വലിയ അഭിമാനപൂർവ്വം അവതരിപ്പിച്ചവർ, സംഘപരിവാറിന്റെ മുന്നിൽ വലിയ പടയാളികളായി നിന്ന് പോരാടുമെന്ന് പറഞ്ഞവർ, എവിടെയെങ്കിലും ഒരിടത്ത് ഈ വിരൽ ഇങ്ങനെ ചൂണ്ടാൻ ധൈര്യം കാട്ടിയ ഏതെങ്കിലും ഒരു സന്ദർഭം നിങ്ങൾ കാട്ടിത്തരാൻ പറ്റുമോ? മന്ത്രിയായി കഴിഞ്ഞാൽ പിന്നെ വ്യക്തിയല്ലത്രേ, ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ പാടില്ലത്രേ. ഇപ്പോ ലീഗ് എന്ന് പറഞ്ഞാൽ ശാഖയ്ക്കകത്ത് നിൽക്കുന്ന ഒരു മൂരിയെ പോലെയാണ്. എന്തവർ പറയുന്നോ അത് അതേപടി കേൾക്കുന്ന അനുസരണാശീലമുള്ള നല്ലൊരു 916 മൂരി. അങ്ങനെ അവിടെ നിന്നുകൊണ്ട് അങ്ങോട്ട് ചാടറാ മൂരി എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചാടും, ഇങ്ങോട്ട് ചാടറാ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ചാടും. അതുപോലെ ഇതിലൊപ്പിടടാ എന്ന് പറഞ്ഞാൽ ഇതിലൊപ്പിടും, ഈ ഉത്തരവിറക്കടാ എന്ന് പറഞ്ഞാൽ ഈ ഉത്തരവിറക്കുന്ന ഗതികേടിലേക്ക് എത്തിയതാണ് ഇപ്പോ ഇങ്ങനെ മാധ്യമങ്ങളുടെ മുന്നിൽ അധിക്ഷേപിച്ചിട്ട് പോകുന്നത്. അതിനുപോലും ഉത്തരമില്ലാതെ നിൽക്കുന്ന ആ ഗതികെട്ട അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ലീഗാണ് പോലും ലീഗ്. തലയെ തുണിയിടാതെ നിങ്ങൾക്കൊന്നും ഇനി പുറത്തിറങ്ങാൻ പറ്റുമോ എന്ന് മാത്രമേ
ആ ന്യായീകരണ തൊഴിലാളികളോട് ചോദിക്കാനുള്ളൂ. ഇത്രയും ഗതികേടൊന്നും ഈ നാട്ടിലെ ഇടതുപക്ഷത്തിന്റെ സൈബർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിക്കും നാണം കെട്ട് നടക്കേണ്ട ഗതികേട് വന്നിട്ടില്ല എന്ന് ആർജവത്തോടെ ആർക്കും പറയാൻ കഴിയും.